കനത്ത മഴയെ തുടർന്ന് കരിപ്പൂരിൽ ഇറക്കാനാവാത്ത 5 വിമാനങ്ങൾ രാവിലെ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. റാസൽ ഖൈമ, മസ്കറ്റ്, ദോഹ, ബഹ്റൈൻ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. കാലാവസ്ഥ അനുകൂലമായതോടെ 3 വിമാനങ്ങൾ തിരിച്ചുപോയിട്ടുണ്ട്. കീർത്തി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ വിമാനങ്ങൾ ഇറക്കിയത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കീർത്തിയിലേക്ക് വരാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കീർത്തിയുടെ ടെലിഫോൺ ഒന്ന് കണക്ട് ചെയ്യാൻ ഒരു ചെറിയ സമയം, എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നമുണ്ട്. കീർത്തിയുണ്ട് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന്. നമുക്ക് നോക്കാം എന്താണ് മഴയുടെ സാഹചര്യം, വിമാനത്താവളങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്ന്. കീർത്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കീർത്തി, 5 വിമാനങ്ങൾ കോഴിക്കോട് ഇറക്കേണ്ടതാണ്, പക്ഷേ അത് മോശം കാലാവസ്ഥ മൂലം കൊച്ചിയിൽ ഇറക്കുകയായിരുന്നു. 3 വിമാനങ്ങൾ ഇപ്പോൾ തിരികെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മറ്റു 2 വിമാനങ്ങളും അതേപോലെ തന്നെ തിരികെ പോകുമോ? ഇവിടെ യാത്രക്കാർക്ക് അവർ വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നോ വിമാന കമ്പനികൾ? തീർച്ചയായും മനു, കനത്ത മഴയെ തുടർന്നാണ് കരിപ്പൂരിൽ ഇറക്കാനാകാതെ 5 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ രാവിലെ ഇറക്കിയത്. റാസൽ ഖൈമ, മസ്കറ്റ്, ദോഹ, ബഹ്റൈൻ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. പിന്നീട് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് 3 വിമാനങ്ങൾ തിരിച്ചുപോയിട്ടുണ്ട്. ഇനി മറ്റ് 2 വിമാനങ്ങളാണുള്ളത്. അതും ഉടൻ കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉടൻ തന്നെ തിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർക്ക് നേരിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും കാലാവസ്ഥ പ്രശ്നമാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് ഇങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറക്കേണ്ടി വന്നത്. ഇതിനു മുൻപും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായതോടുകൂടി തന്നെ 3 വിമാനങ്ങൾ തിരികെ പോയി. ഇനി 2 വിമാനങ്ങൾ മാത്രമാണുള്ളത്. അതും ഉടൻ തന്നെ തിരിക്കും. മനു, എന്താണ് ഈ റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ എഴുതിയെടുത്ത് പോയി നിൽക്കുന്നത്? രാവിലെ തടഞ്ഞിരിക്കുകയാണ്. കീർത്തിനെ തടഞ്ഞോ? അതെ മനു, ഇത് കുണ്ടന്നൂർ തേവര പാലമാണ്. നമുക്കറിയാം, കുണ്ടന്നൂർ തേവര പാലം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായ വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് റോഡുകളിലൊക്കെ ഈ കുണ്ടന്നൂർ തേവര പാലത്തിൽ കുണ്ടും കുഴിയുമാണ്. ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിയാണ്. ഗതാഗത തടസ്സം രൂപപ്പെടുന്നുണ്ട്. പല സമയങ്ങളിലും അത്രയും കുണ്ടും കുഴിയും നിറഞ്ഞു നിൽക്കുന്ന ഈ പാലം അറ്റകുറ്റപ്പണികൾക്കായാണിപ്പോൾ ഇന്നലെ രാത്രി 10 മണിയോട് കൂടി ഈ പാലം അടച്ചത്. നേരത്തെ തന്നെ ഇതൊക്കെ വാർത്തകളിൽ വന്നതാണ്. ഈ അറ്റകുറ്റപ്പണികൾക്കായി ഇങ്ങനെ കുണ്ടന്നൂർ തേവര പാലം അടയ്ക്കുമെന്ന വാർത്തകൾ വന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഈ പാലം അടയ്ക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ തന്നെ അതിശക്തമായ മഴയായിരുന്നു. അതുകൊണ്ടാണ് പാലം അടയ്ക്കാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി എറണാകുളം ജില്ലയിൽ കാര്യമായ മഴയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് അടച്ചിരിക്കുന്നത്. എങ്കിലും അറിയാത്ത നിരവധി യാത്രക്കാർ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നതാണ്, ഇത്തരം പാലം അടച്ചിടും എന്ന വാർത്ത വന്നതാണ്. എന്തായാലും ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ഈ പാലം പണികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തുറന്നു കൊടുക്കുക. ഇപ്പോൾ നിരവധി ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അറിയാതെ വരുന്നവർക്കായി ഈ പശ്ചിമ കൊച്ചി ഭാഗത്തു നിന്നും, അതായത് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്നും വരുന്നവർ കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വിക്രാന്ത് ബ്രിഡ്ജ്, അതായത് പഴയ വെണ്ടുരുത്തി പാലം വഴി MG റോഡിൽ പ്രവേശിച്ച് പള്ളിമുക്ക് ജംഗ്ഷനിലെത്തി സഹോദരൻ അയ്യപ്പ റോഡിലൂടെ വൈറ്റില വഴി കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകാനാണ് നിർദ്ദേശം. അതാണ് ഉള്ളൊരു വഴി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇടക്കൊച്ചി ഭാഗത്ത് നിന്ന് കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ, അത് കണ്ണങ്ങാട്ട് പാലം വഴി ദേശീയപാതയിൽ പ്രവേശിച്ച് അലക്സാണ്ടർ പറമ്പിത്തറ പാലം വഴി തേവര ഫെറി ജംഗ്ഷനിലെത്തി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ പണ്ഡിറ്റ് കറുപ്പൻ റോഡ് എന്ന ആ റോഡ് വഴി MG റോഡിലെത്തി അവിടെ നിന്ന് സഹോദരൻ അയ്യപ്പ റോഡ് വഴി വൈറ്റില ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തൃപ്പൂണിത്തറ കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് പശ്ചിമ കൊച്ചി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വൈറ്റില ജംഗ്ഷനിലെത്തി അവിടെ നിന്നും പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
മനു, ഞങ്ങളിവിടെ വന്ന സമയം മുതൽ തന്നെ ഈ അറിയാത്ത നിരവധി ആളുകൾ വന്ന ഈ വാഹനങ്ങൾ വഴിതിരിച്ചു വിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. എങ്കിലും ഈ പണികൾ പൂർത്തിയാക്കാതെ വയ്യ. കാരണം അതിശക്തമായ മഴയിൽ ഈ റോഡ് ആകെ, ഈ പാലം ആകെ നശിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഗതാഗത തടസ്സം രൂക്ഷമായി തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു നിരവധി യാത്രക്കാർ, ഇപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമ കൊച്ചി ഭാഗത്ത് നിന്ന് വരുന്നവർ, തൃപ്പൂണിത്തുറയിൽ നിന്നും വരുന്നവർ, ഇടക്കൊച്ചിയിൽ നിന്നും വരുന്നവർ, അങ്ങനെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന. താങ്ക് യു. കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വൈറ്റില ഒഴിവാക്കി പോകാൻ ശ്രമിക്കുന്നവരൊക്കെ കയറിപ്പോകുന്ന ഇടം കൂടിയാണ് ഈ പറയുന്ന കുണ്ടന്നൂരിൽ നിന്ന് പോകുന്ന വഴി. അപ്പോൾ അവിടെ പാലം പണി നടക്കുകയാണ്, അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അപ്പോൾ അതിലെ പോകേണ്ട 2 ദിവസത്തേക്ക് ഉണ്ടാകില്ല റോഡിലൂടെയുള്ള ഗതാഗതം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എറണാകുളം ഭാഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കണം, ആ വഴിക്ക് പോകരുത്, അവിടെ പണി നടക്കുകയാണ്.